പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമയ്ക്ക് പ്രതീക്ഷയേകി നമുക്ക് മുമ്പിൽ എത്തിയ സന്തോഷ് പണ്ഡിറ്റാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഈ സിനിമയും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ഒക്കെ നമ്മളോട് സംസാരിക്കാൻ ഇപ്പോൾ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് ഇങ്ങനെയൊരു മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനും രാധയും എന്ന സിനിമ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമയാണ്. ഇതിനു മുമ്പ് ഞാൻ സിനിമകളൊന്നും ചെയ്തിട്ടില്ല, ഒരു സിനിമ സെറ്റ് കണ്ടിട്ടുമില്ല. ഇങ്ങനെയാണ് എൻ്റെ ഫ്ലാഷ് ബാക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ സബ്ജക്ട്സിനും, സിനിമ എന്നൊന്നുമില്ല, എനിക്ക് ഒരുവിധം സബ്ജക്ട്സിലൊക്കെ വളരെ താല്പര്യമുള്ളൊരു വ്യക്തിയായിരുന്നു. സിനിമ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, പലതരം വിഷയങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഗാനരചനയായാലും സംഗീതമായാലും സംഘടനയായാലും നൃത്തമായാലും സംവിധാനം, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു ശരിക്കൊരു പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കുറേയും കൂടെ ബുദ്ധി കുറേയും കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നതാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതിലൂടെ ഒരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യണമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. അത് സിനിമ എന്നല്ല, എനിക്ക് നല്ലൊരു പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. സിനിമ ഒരു കല ആണല്ലോ. അപ്പം ആ ഒരു കലാ അഭിരുചി ഉള്ള ആൾക്ക് സാധാരണ സിനിമയിലേക്ക് കടന്നു വരാൻ കഴിയൂ എന്നുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കല എന്ന മേഖലയിലേക്കുള്ള കടന്നുവരവ് യഥാർത്ഥത്തിൽ കലയോടുള്ളൊരു ആഭിമുഖ്യം എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എന്താണെന്നറിയില്ല. ഞാനധികം ചെറുകഥകൾ വായിക്കാറില്ല, പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ചെറുകഥകൾ എഴുതാറുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ നന്നായിട്ട് വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നല്ലൊരു ലൈബ്രറി ഉണ്ട്. പക്ഷേ ഞാനും വായിക്കാറുണ്ട്, പക്ഷേ അത് നോൺ ഫിക്ഷനാണ് ഞാൻ വായിക്കാറ്. ഞാൻ ഫിക്ഷനല്ല. ഫിക്ഷൻ മീൻസ് സ്റ്റോറി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഫിലോസഫി, സൈക്കോളജി, അങ്ങനത്തെ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള, ഇത് വികാരം അങ്ങനത്തുള്ള സൈഡല്ലാതെ ജനറലായിട്ട് വരുന്ന കുറേ കാര്യങ്ങളും. അങ്ങനെയാണ് സൈക്കോളജിയോടൊക്കെ എനിക്ക് ഇത്രയും താല്പര്യം വരുന്നത്. അങ്ങനെ ഒരു താല്പര്യമായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക്സ് ഒന്നും വരെ വായിച്ചിട്ടില്ല എന്ന് പറയും. ഇപ്പോൾ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ശരിക്കും വായിച്ചിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു 5 നിങ്ങളൊരു ഒരു തീം, എന്ത് തീം തരികയാണെങ്കിൽ ഒരു 5 മിനിറ്റ് എനിക്ക് തരുന്നു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ വരാറുണ്ട്. ചെറുപ്പത്തിൽ എനിക്ക് ഈ സ്വഭാവമുണ്ട്. അതെങ്ങനെ ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യാറുണ്ട് എന്നാണ്. അല്ലാതെ എനിക്ക് ഓവർ കല, സാഹിത്യം, സംഗീതം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൂടുതൽ ടൈം എടുക്കാറില്ല. അതിനൊക്കെ പ്രത്യേകിച്ച് അതിൻ്റെ ഒരു വേറൊരു വശം കൂടെ പറയാം. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടി അധികം പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ ഡിഗ്രീസ്, പലപ്പോഴും 5 കോഴ്സ് വരെ ഞാൻ പഠിച്ച ടൈമാണ്, ഒരുപാട് ടൈം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അധികം പറ്റാറില്ല. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇറങ്ങിയ മലയാള സിനിമകളെല്ലാം ഞാൻ അധികം കാണാറില്ല. പൊതുവിൽ എനിക്ക് തമിഴാണ് ഇഷ്ടം. തമിഴ് സോങ്സ് കേൾക്കുക, തമിഴ് സിനിമ കാണുക, കുറേ കൂടെ എനിക്ക്, ഞാൻ മലയാളത്തേക്കാൾ തമിഴ് സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ചക്കരത്തിലൂറും
പറ്റില്ല. വലിയവനാകാം എന്ന് കരുതി ഞാൻ ചെറിയവനാണെന്നുള്ള അർത്ഥമില്ല. കൃഷ്ണൻ രാധയിലെ അങ്ങനത്തെ ഒരു ഡയലോഗും ആ സിനിമ കണ്ട ഒരാൾ ആയുസിൽ കേട്ടിട്ടുണ്ടാവില്ല. ആരുടെയും സാഹിത്യം വായിക്കാത്തതിന്റെ ഗുണമായിരിക്കും ചിലപ്പോൾ അത് കിട്ടിയത്. നമുക്ക് സൗന്ദര്യം ഇല്ലാത്തത് അങ്ങനെ ഒരു ഗുണം കിട്ടിയില്ല. ആർക്കും സൗന്ദര്യപ്പണക്കം അവിടെ ഉണ്ടായിട്ടില്ല. കാണാവുന്നല്ല, കണ്ടിരിക്കുന്നു പറ. ഇനി മലയാള സിനിമ അറിയപ്പെടുക ബിഫോർ സന്തോഷ് പണ്ഡിറ്റ്, ആഫ്റ്റർ സന്തോഷ് പണ്ഡിറ്റ്. ഒരു പ്രൊജക്റ്റ് എന്ന രീതിയിൽ ഈ സിനിമയെ സമീപിച്ചപ്പോൾ ഇതിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊരു മുൻവിധി ഉണ്ടായിരുന്നു? അതായത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലായിരുന്നു ഇത് വന്നിരുന്നത്? ഇത് ഈ രീതിയിൽ ഹിറ്റാവും, അല്ലെങ്കിൽ പടം ഈ രീതിയിൽ കൊണ്ടുപോകാം, അങ്ങനെ ഒരു വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയായിരുന്നു? അത് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു മനസ്സിൽ? ഈ വിഷയത്തിൽ എനിക്ക് പറയാനില്ല. ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഈ വേദപഠനം, ഭഗവത്ഗീത പോലുള്ള ഒരു പഠനം ഇതിനുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ചെറിയ രീതിയിൽ ഇപ്പോൾ തന്നെ എൻ്റെ കയ്യെപ്പോഴും ഞാൻ സിനിമത്തിലൊക്കെ പിടിക്കുന്നു, അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഭഗവത്ഗീതയിലെല്ലാം ഭഗവാൻ പറഞ്ഞൊരു പോയിൻ്റാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്. അർജുന, നിനക്ക് കർമ്മത്തിലേ അധികാരമുള്ളൂ, കർമ്മഫലത്തിലില്ല എന്നുള്ള ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെ ചോദിച്ചതിന് ഉത്തരം ഇതാണ്, ഞാൻ എൻ്റെ ഒരു പണി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഐഡിയ, ഓക്കെ, എനിക്കൊരു ഫിലിം ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ കാര്യമൊന്നുമില്ല. ക്യാമറ പിന്നെ ഞാൻ അഭിനയിക്കുക കൂടെ ചെയ്യും. ഒരു വേള ഞാനിതിൽ നായകനല്ലായിരുന്നുവെങ്കിൽ ക്യാമറ ഞാൻ ചെയ്തു തന്നെ. എനിക്ക് ക്യാമറയ്ക്ക് വിവരം ഉണ്ടായിട്ടില്ല. ഒന്നുകൂടെ അതുകൊണ്ട് പരീക്ഷിച്ച് ഞാൻ നോക്കുമായിരുന്നു. എൻ്റെ സ്വന്തം ക്യാമറയാണ്, എനിക്ക് ആരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പം ഞാൻ നായകനായതുകൊണ്ട് മാത്രമാണ് ശരിക്കും ഞാൻ ക്യാമറ ഒഴിഞ്ഞു പോയത്. അപ്പോൾ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാനത് ചെയ്തത്. എനിക്ക് ചെയ്യാവുന്ന വർക്കൊക്കെ ഉള്ളൂ, അത് എന്നെ ബോധ്യപ്പെടുത്തി, അതാണ് സിനിമ. അതേസമയം പടം റിലീസ് ചെയ്തപ്പോൾ എനിക്ക് അത് കോൺഫിഡൻ്റ് ആയി. ഓക്കെ, ഞാൻ ചെയ്താലും പാട്ട് ഹിറ്റാവും, ഞാൻ ചെയ്താലും സംഗീതം ഹിറ്റാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു. എനിക്കതിനെപ്പറ്റി അത്ര ഇതില്ലെങ്കിലും ഇത് മുൻകാലങ്ങളിൽ ഇതേ സംഭവം, എൻ്റെ ചെറുപ്പത്തിൽ ഇതേ സംഭവം നടന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ തീരെ ചെറുകഥ വായിക്കാത്ത ഞാൻ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുമുണ്ട്. അന്നും വീട്ടിലെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ സ്റ്റോറീസ് വായിക്കണം, അല്ലെങ്കിൽ സാഹിത്യം കിട്ടില്ല, അത് എങ്ങനെ എഴുതുമെന്ന് അറിയില്ല എന്ന് അമ്മയുടെ രണ്ടാമത് എന്നോട് പറഞ്ഞൊരു കാര്യം. പിന്നെ എൻ്റെ സ്റ്റോറീസ് വായിച്ചിട്ടുള്ള അമ്മയുടെ അഭിപ്രായം, ഇത് എവിടുന്ന് എങ്ങനത്തേക്ക് ഒരു ലാംഗ്വേജ് കിട്ടുമെന്ന് ചോദിക്കും. പിന്നെ ഒരു കണക്കിന് ആരും വായിക്കാത്തതുകൊണ്ട് കിട്ടുന്ന ഒരു ഗുണം, എൻ്റെ മോൻ എഴുതുന്നതൊക്കെ ഒരു വളരെ ഫ്രഷാണ്. കോപ്പി ചെയ്യുന്നില്ല, കാരണം കോപ്പി ചെയ്യാൻ പറ്റുന്നില്ല ഞാനെവിടെയും. പിന്നെ അമ്മ കോപ്പി എന്നുള്ള ഉപരിയായിട്ട് പറഞ്ഞു വെച്ചാൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവും എന്നോട്. അപ്പോൾ അമ്മ എല്ലാം എന്നോട് പറയാം, അമ്മയ്ക്ക് ഈ ഒരു പ്രേംചന്ദിൻ്റെ നന്നായിട്ട് വായിക്കുന്നൊരു വ്യക്തിയാണ്. അവിടെയാണ് അമ്മയ്ക്ക് ഇത്രയും പ്രയാസം. കാരണം ഇത്രയും വായിക്കുന്ന എൻ്റെ മോനെ, ഞാൻ ഇത്രയും വായിച്ചിട്ട് എൻ്റെ മോനെന്താ അങ്ങനത്തെ സ്വഭാവമല്ലാതെ, പ്രത്യേകിച്ച് വായന സ്വഭാവം ഉള്ളൊരു മോനെന്താ അങ്ങനെ ഇത് ഫിക്ഷൻ വായിക്കാത്ത പ്രശ്നം. അമ്മയ്ക്കാണ് നോൺ ഫിക്ഷൻ തീരെ ഇഷ്ടമല്ല, ഈ ഫിലോസഫി കാണുന്നതേ ഭ്രാന്താന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ആരെയും അനുകരിക്കുന്നില്ല, ലാംഗ്വേജ് വളരെ ഫ്രഷാണ്, ഇതാണ് ഇതിൽ കിട്ടിയൊരു ഗുണം എന്നോട് പറഞ്ഞു. നിങ്ങൾ മറ്റുള്ള സാഹിത്യകാരന്മാരത് വായിക്കാത്തതുകൊണ്ട് കിട്ടിയൊരു ഗുണം, നിനക്ക് നിൻ്റേതായിട്ടൊരു ശൈലിയുണ്ട്, അതിൽ ഹാപ്പിയാണ്. പക്ഷെ എന്നാലും ഒരു സാഹിത്യത്തിൻ്റെ കുറവ് എവിടേക്കോ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്പത്തിൽ ഹൈസ്കൂളിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റോറീസും ഞാൻ എഴുതിയ കവിതയൊക്കെ വായിച്ചിട്ട് എൻ്റെ അമ്മയുടെ അഭിപ്രായം അങ്ങനെ ഇരുന്നുണ്ടായിരുന്നു. ഓം ശ്രീ വിഷ്ണുവേ ച വിദ്മഹേ വാസുദേവായ ധീമഹി